ഗൈസ്, അപ്പോൾ വാഴ 2 സിനിമയുടെ റിവ്യൂ നമുക്കൊന്ന് നോക്കിയാലോ, എൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാഴ 2 ഞാൻ പോയി കണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ഞാൻ പറയാൻ പോവുക. എൻ്റെ ഒപ്പീനിയനാണ് മോനെ. അതിപ്പം ഞാൻ ജോർജിയയിലാണ്. ഇവിടുത്തെ തിയേറ്ററിലാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ ഇറക്കുന്നു, എല്ലാ പ്രാവശ്യവും പടങ്ങൾ ഇറക്കും. നല്ല നല്ല പടങ്ങളുണ്ടെങ്കിൽ ഇറക്കും. ഞാൻ അടുത്ത ദൃശ്യം 2 വരുമ്പോഴും കാണണം, ദൃശ്യം 3 വരുമ്പോഴും കാണണം. അപ്പം ഇപ്പോൾ വാഴ 2 ഇറക്കി, അങ്ങനെ ഞാൻ പോയി കണ്ടിട്ട് വരിക. മോനെ, ഒരു രക്ഷയില്ലാത്ത പടം. ആ വാഴ 2, വാഴ എന്നുള്ള ടൈറ്റിൽ അവരെന്തായാലും നീതി പുലർത്തുന്നുണ്ട്. വൻ പടം, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, എന്താ പറയാൻ. അയ്യോ, വാഴ 2 അവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞാൽ കുറേ ചെറുക്കന്മാരുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഉള്ള നമ്മളെ ഫ്രണ്ട്സായാലും ഇല്ലേലും എല്ലാവരും കണക്റ്റ് ആക്കുന്ന ഒരു പടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ടോപ്പ് നോച്ച് പടം. അയ്യോ, വാഴ നമ്മൾ കണ്ടിട്ടുണ്ട്. വാഴ നമ്മൾ കണ്ടപ്പോഴും നമുക്ക് ആദ്യം കോമഡി, പിന്നെ നമ്മളവർ വല്ലാതെ ഇമോഷണലാക്കും, കരയിപ്പിച്ചാൽ കൊന്നുകളയും. അതേപോലെ തന്നെയാണ് ഇതിലും. ആദ്യം ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി, പിന്നെ അതിനുശേഷം ഇമോഷണൽ കൊണ്ട് അവർ കണ്ണ് നിറഞ്ഞു പോവും. അങ്ങനത്തെ രീതിയിൽ കരയിപ്പിച്ച് കളഞ്ഞു സെക്കൻഡ് ഹാഫ് അവർ. ഫസ്റ്റ് ഹാഫ് ചിരിച്ച് ഒരു രക്ഷയില്ല. ചിരിച്ച് അത്രയ്ക്ക് ചിരിപ്പിക്കാനുള്ള സാധനങ്ങൾ. ഹാഷറാൻ ടീം, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത പടം. ഇതിൽ ആരൊക്കെയാണ് അഭിനയിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ. കാസ്റ്റ് നോക്കണമെങ്കിൽ നമ്മൾ ഹാഷർ, അൽഫോൺസ് പുത്രൻ, അജു വർഗീസ്, വിജയ് ബാബു, അമിത് മോഹൻ, സുധീഷ്, പിന്നെ വിനായക് മാലി, അജിൻ ജോയ്, അലൻ ബിൻ, അല്ലമീൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെ ആ 4 ചെറുക്കന്മാരുണ്ട്. ആശരൻ ടീമും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. വാഴ 1 അവർ തകർത്തതാണ്, അവരെ കഥയാണെന്നെല്ലാം നമുക്കറിയാം. പക്ഷേ മോനെ, ഒരു രക്ഷയില്ലാത്ത പടം. അവർക്കൊരു വലിയ കയ്യടി തന്നെ കൊടുക്കണം ടീമിന്. ഒരു രക്ഷയില്ല. അവർ തകർത്തിട്ടുണ്ട്. ടീമെന്നൊക്കെ പറഞ്ഞാൽ അവർ ഇപ്പോൾ വാഴ 1 നമ്മൾ വിചാരിക്കുക അതേപോലെയൊക്കെ ആയിരിക്കാം, പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ അതല്ല. അവരാ കഥേനെ വല്ലാതെ ഒരു ഡിഫറെൻറ്റ് പോലെ, അതേ സെയിം ആക്കാതെ തന്നെ അവർ കുറച്ച് ഡിഫറൻസ് ഒക്കെ ആക്കി അവരിറക്കി. ഒന്നും പറയാനില്ല, ഹാൻഡ്സ് ഓഫ്, ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതിൽ കാണിക്കും. ഇതിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കണക്റ്റ് ആവും, നിങ്ങൾ കരയാതെ പോവില്ല. അനിയൻ, ചേട്ടൻ, പിന്നെ പയ്യന്മാർ, ഇതെല്ലാം കൂടെ കൂട്ടുകാർ അത്രയ്ക്ക് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് കണക്റ്റ് ആവും. ഒന്നും പറയാനൊന്നുമില്ല, അത്ര തകർത്തിട്ടുണ്ട് പടം. അവർക്കൊരു വലിയ കയ്യടി, ആ ടീമിനെ ഒരു രക്ഷയില്ലാത്ത ഒരു കയ്യടി തന്നെ അവർക്ക് കൊടുക്കണം. അവർ അർഹിക്കുന്നുണ്ട്. ഈ പടം മിക്കവാറും ഒരു 100 കോടി ക്ലബിൽ കയറണം. ഇത് ചെറിയ പടമാണ്, പക്ഷെ എന്നാലും ഒരു 100 കോടി ക്ലബിലെങ്കിൽ ഇതിൽ കയറിയേ പറ്റൂ. കാരണം ഇത് അർഹിക്കുന്നു. ഈ വർഷത്തെ ടോപ്പ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അത് തകർത്ത് ഹാഷറാൻ്റെ പിള്ളേർ തൂക്കി എന്ന് തന്നെ പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അത്ര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി. അൽഫോൺസ് പുത്രനൊക്കെ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ അജു വർഗീസ്, വിജയ് ബാബു ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ആശർ ഒടുക്കത്തെ അഭിനയം. അവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുമോ? അവർ അഭിനയിച്ച് ജീവിതം പോലെ തന്നെ അഭിനയിച്ച് കാണിച്ച്. നമ്മളൊന്നും പെട്ടെന്ന് വിചാരിക്കില്ല അവരൊക്കെ ഇത്രയ്ക്ക് പറ്റുമോ ഇതിൽ കാണിക്കുന്ന പോലെ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത അഭിനയം തകർത്തിട്ടുണ്ട്. പിന്നെ നടിയായാലും എല്ലാവരും തകർത്തിട്ടുണ്ട്. കോളേജ് ലൈഫ് പോലെ തന്നെ, പക്ഷെ തകർത്ത് ഒരു രക്ഷയില്ല. മറ്റേ സ്കൂളിൽ നിന്ന് വലിയൊരു കോളേജ്, അതിനുശേഷം അത് ഫുള്ള് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ, നമുക്കങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പക്ഷേ നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് പടം തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല, തകർത്ത്. പിന്നെ ക്ലൈമാക്സ്, മോനെ, ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഇത് എടുത്ത് പറയാൻ പറ്റൂല. ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ കണ്ട ആ ഫീല് നിങ്ങൾ അറിയണം. തകർത്തു എല്ലാവരും, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ ക്യാമിയോസ് കുറേ പേരുണ്ട്, അവരെല്ലാം നിങ്ങൾക്ക് ഇനി കാണാം. നിങ്ങളെല്ലാം വന്ന് എല്ലാവരും തകർത്തിട്ടാണ് പോയിരിക്കുന്നത്. വാഴയിലുള്ള നമ്മൾ അസീസ് നെടുമങ്ങാട്, പിന്നെ നമ്മളെ നോബി, കോട്ടയം നസീർ, പിന്നെ വേറൊരാളൂടെ ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് ഇതിലെല്ലാവരും വന്ന് തകർത്ത്. അത് ചെറുതായിട്ട് വന്ന് പോയിട്ട് കാണിച്ച രീതികളെല്ലാം അടിപൊളിയാണ്. അവരെ കാണിച്ചിരിക്കുന്നതും വെച്ചിരിക്കുന്നതും എല്ലാം
ഒരു തകർത്ത പടം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവരെല്ലാവരും തകർത്തിട്ടുണ്ട്, ആശരും പിള്ളേരും തൂക്കി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു വല്ലാത്ത പടം. എന്തൊക്കെ പറഞ്ഞാലും അവരത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അത് ഒരു ടോപ്പ് നോച്ച് രീതി തന്നെയാണ്. ഇങ്ങനെയും ഒരു പടം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ, അതും ഇതിപ്പോൾ ഫാമിലി ഓഡിയൻസ് ആയാലും പിള്ളേർക്കായാലും ചെക്കന്മാർക്കായാലും എല്ലാവർക്കും പിടിക്കും. അത് അത്ര കണക്റ്റീവ് ആവും, ഇമോഷണൽ ആവും, കരയാതെ ഇറങ്ങി വരില്ല. അത് വേണമെങ്കിൽ ഗ്യാരണ്ടി തരാം. അത്ര രീതിയിൽ കരഞ്ഞു പോവും, അവസാനമായാലും കരയും. കാരണം ഇത് നല്ല ഇമോഷണൽ, സെക്കൻഡ് ഹാഫൊക്കെ നല്ല ഇമോഷണൽ. നമുക്കറിയാം വാഴ 1 നമ്മളെ സെക്കൻഡ് ഹാഫിൽ ഇരുത്തി കളഞ്ഞു. പിന്നെ ആ പാട്ടുണ്ടല്ലോ, എല്ലാ പാട്ടും ഇതിൽ, ആ മാച്ച് അടിപൊളി ബീജിയവും കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫൈറ്റ് ആയാലും എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല, ടോപ്പാണ്. പിന്നെ ആ പാട്ടുണ്ടല്ലോ, കൂടെപ്പുറക്ക് ആ ഡയലോഗ്, അതൊക്കെ വൻ സെറ്റ്. പിന്നെ അതിൻ്റെ കൂടെ ഇറങ്ങിയ ആ പാട്ടുണ്ട്, ഇതെല്ലാം നല്ല രീതിയിൽ കണക്റ്റ് ആവും. നിങ്ങൾ എന്തായാലും പോയി കണ്ട് അഭിപ്രായങ്ങൾ പറയും. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് പടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു പൈസ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തായാലും മുതലാവേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഒരു രക്ഷയില്ലാത്ത പടം. നിങ്ങൾ പോയിട്ട് അഭിപ്രായം പറയും. ഞാൻ ഇവിടുത്തെ തിയേറ്ററിലാണ് കണ്ടത്, എന്നിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ദൃശ്യം ഇറങ്ങുമ്പോഴേ എനിക്ക് കാണാൻ പറ്റൂ. പക്ഷേ ഇത് കണ്ടതിൽ വേർത്തായിട്ട് തോന്നും. അപ്പം നിങ്ങൾ പോയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. ബാക്കി ഞാൻ എന്തായാലും അതിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. എന്തായാലും എനിക്ക് അടിപൊളി പടമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതേപോലത്തെ അടിപൊളി വ്ളോഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.